നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ആശുപത്രി വികസനത്തിന് വേണ്ടി റോഡ് വീതി കൂട്ടാൻ ഒരു നാടും പള്ളി കമ്മിറ്റിയും സൗജന്യമായി സ്ഥലം വിട്ടു നൽകി മാതൃക സൃഷ്ടിച്ച കാഴ്ചയുണ്ട് കൊണ്ടോട്ടിയിൽ. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വികസനത്തിനായാണ് നാട്ടുകാർ ഒന്നിച്ചത്. ആശുപത്രി വികസനത്തിനായി കിഫ്ബി 45 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ട പ്രവൃത്തിക്ക് അനുമതിയുമായി. എന്നാൽ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാൻ ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ വീതി കുറവ് തടസ്സമായി. 8 മീറ്റർ വീതി വേണമെന്ന നിബന്ധന കിഫ്ബി നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് TV ഇബ്രാഹിം MLAയും നഗരസഭാ അധികൃതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒന്നിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു. കൊണ്ടോട്ടിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ളവരോട് പലതവണ ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ ഇരുവശത്തുമുള്ള 30ഓളം ഉടമകൾ സന്നദ്ധത അറിയിച്ചു. വൻ തുകയുള്ള നഗരമധ്യത്തിലെ സ്ഥലമാണ് സൗജന്യമായി വിട്ടു നൽകുന്നത്. പഴയങ്ങാടി ജുമുഅത്ത് പള്ളി കമ്മിറ്റി അധികൃതർ നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു. ഇനി ആശുപത്രി വികസനം വേഗത്തിലാക്കാനാകുമെന്ന് TV ഇബ്രാഹിം MLA പറഞ്ഞു. കൊണ്ടോട്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടർ ഹോസ്പിറ്റലിന് വേണ്ടി കിഫ്ബി പദ്ധതി പ്രകാരം 45 കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചു. അതിൽ ഒന്നാം ഘട്ടത്തിൽ ഏകദേശം 35 കോടി രൂപയോളം വരുന്ന പ്രവൃത്തികൾക്കാണ് ഇപ്പോൾ TSI അതിൻ്റെ പ്രവൃത്തി മാസ്റ്റർ ടെക് കുറ്റ്യാടി എന്ന് പറയുന്ന ഈ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. അവർ പ്രവൃത്തി അനൗപചാരികമായി ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഹോസ്പിറ്റലിന് വേണ്ടി 45 കോടി രൂപയുടെ പദ്ധതി തയ്യാറാകുമ്പോൾ അതിന് അപ്രൂവൽ ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു കണ്ടീഷൻ കിഫ്ബി പറഞ്ഞിരുന്നു. ഇങ്ങോട്ട് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ എമർജൻസി സിറ്റുവേഷനിൽ വരാനും പോകാനുമൊക്കെയുള്ള സാഹചര്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും 8 മീറ്റർ വീതിയിൽ റോഡ് വികസിപ്പിക്കാൻ കഴിയെങ്കിൽ മാത്രമേ ഞങ്ങളിതിന് അനുമതി നൽകുകയുള്ളൂ എന്ന് കിഫ്ബി കണ്ടീഷൻ പറഞ്ഞിരുന്നു. ആ കിഫ്ബിയുടെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളത് ഞങ്ങളിവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി, പ്രത്യേകിച്ച് ലാൻഡ് ഓണേഴ്സിൻ്റെ സമ്മതത്തോടു കൂടി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് റെസൊല്യൂഷൻ വഴി ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്കിന് അംഗീകാരം ലഭിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായൊരു സുദിനമാണ്. ഇവിടെയുള്ള ഏകദേശം 30-ൽ പരം ഇതിൻ്റെ ഭൂമിയുടെ ഓണേഴ്സ്, ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാർ അവരുടെയൊക്കെ ഭൂമിയിൽ നിന്ന് 8 മീറ്റർ വീതിയാക്കുന്നതിന് വേണ്ടി അവരൊക്കെ 1 മീറ്റർ ഏകദേശം 1.5 മീറ്ററൊക്കെ ഭൂമി, അതും കണ്ണായ സ്ഥലത്തുള്ള 25-30 ലക്ഷം രൂപയൊക്കെ സെൻറ്റിന് വിലയുള്ള സ്ഥലത്താണ് ഈ ആളുകൾ അവരുടെ മഹാമനസ്കത കൊണ്ട് സൗജന്യമായി ഭൂമി വിട്ടു തന്നിട്ടുള്ളത്. സ്ഥലം വിട്ടു നൽകിയവർക്ക് പുതിയ മതിൽ നിർമ്മിച്ചു നൽകും. മാത്രമല്ല, വിട്ടുകിട്ടിയ സ്ഥലത്ത് കെട്ടിട നിർമ്മാണ നിബന്ധനകളിൽ നഗരസഭ ഇളവ് നൽകാനും തീരുമാനിച്ചു. TV ഇബ്രാഹിം MLA, നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A മുഹ്യുദ്ദീൻ അലി, വാർഡ് കൌൺസിലർ സാലിഹ് കുന്നുമ്മൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലും ഇന്നലെ നടന്ന സ്ഥലമളക്കൽ നടപടിയിലും നേതൃത്വം നൽകി. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.